ഹലോ കൂട്ടുകാരെ, 6ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റായ അമൃതം നുകരാം എന്ന യൂണിറ്റിലെ 3ാമത്തെ കവിതയാണ് കൊയക്കട്ട. അടുക്കള, ചട്ടിപ്പത്തിരി എന്നീ പാഠഭാഗങ്ങൾക്ക് ശേഷമാണ് കൊയക്കട്ട വരുന്നത്. ചട്ടിപ്പത്തിരി വിവാദമൊക്കെ കത്തി നിൽക്കുകയാണ്. അതിനെക്കുറിച്ച് പറയുന്നില്ല. അതിനു മുൻപ് ഈ കൊയക്കട്ട എന്ന് പറയുന്ന കവിതയെക്കുറിച്ചാണ് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ കവിത ആദ്യം ഒന്ന് പാടി നോക്കാം. കൊയക്കട്ട, ദിവാകരൻ വിഷ്ണുമംഗൽ. മുനിഞ്ഞു കത്തുന്നു മിന്നാമിനുങ്ങുപോൽ ചിമ്മിനിക്കൂടകളയായി കൂരതോറും മലഞ്ചെരുവിൽ മഴ ചിന്നിത്തെറിക്കുന്ന ചായ്പിലൊറ്റയ്ക്കിരുന്നു ഞാൻ വഴിവക്കിൽ മിഴി നട്ടു കാത്തിരിക്കുന്നു. ചരൽക്കുന്നു കയറിയും ഇറങ്ങിയും മരങ്ങൾ തന്നിടയിലൂടൊരു രൂപം തെളിയുന്നുണ്ടോ, വരുന്നുണ്ടോ പാടമേറി വരമ്പേറി വലിയമ്മ നേരമേറെ മോന്തിയായല്ലോ. സ്മരണയിൽ മണക്കുന്നു കൊതിയൂറും കൊയക്കട്ട, മടിക്കുത്തിൽ ഭദ്രമായി പൊതിഞ്ഞുകെട്ടി മഴയത്തു നനഞ്ഞൊട്ടി വലിയമ്മ വരുമിപ്പോൾ കൊരമ്പയും ചൂടി വയൽ വരമ്പിലൂടെ. വലിയമ്മ വന്നപാടെ പണിയിടങ്ങളിൽ നിന്നു കരുതിയ പലഹാരപ്പൊതി തുറക്കാൻ ഇറയത്തു മിഴിനട്ടു ചെറുമക്കൾ ഞങ്ങളന്ന് കൊതിയോടെ കാത്തിരുന്ന മധുരബാല്യം. അതിലുണ്ട് വാത്സല്യത്തിൻ പാൽനിലാവ്, ജന്മാന്തര സുഹൃതത്തിൻ ഹരിതാപ നിറഞ്ഞ പാടം. അതിലുണ്ട് മണ്ണിനാഴം തൊടും താളം, വാനിലോളം പടരുന്ന തണൽ വൃക്ഷക്കുളിർപ്പടർപ്പും. അതിലുണ്ട് പഴങ്കഥപ്പാട്ടുമൂളും നാട്ടിനീണം, കടങ്കഥപ്പൊരുൾ ജീവൽ പ്രപഞ്ചപാഠം. പനി വന്നാൽ നെറ്റി തൊട്ടു നനവാർന്ന ശീല വെച്ചു തണുപ്പിക്കും കരസ്പർശ കുളിരുമുണ്ട്. മുറിവേറ്റാൽ ഇലപ്പച്ച പിഴിഞ്ഞിറ്റിച്ചതിൻ നീറ്റൽ ശമിപ്പിക്കും നാട്ടുവൈദ്യപ്പെരുമയുണ്ട്. അകന്നുപോയി അവയെല്ലാം വലിയമ്മ മറവിതൻ കരിമ്പടം പുതച്ചെങ്ങോ മറഞ്ഞുപോയി. വയലുകൾ നികന്നെങ്ങും നഗരത്തി വിഭവങ്ങൾ വിളമ്പുന്ന മണിമേടയുണർന്നു വാനിൽ. പല ദേശങ്ങളിൽ നിന്നും വിലയേറും പലഹാരം പലതും ഞാൻ അതിൽ പിന്നെ കഴിച്ചെന്നാലും വലിയമ്മ കൊണ്ടുവന്ന കൊയക്കട്ടയോളമൊന്നും പകർന്നില്ല രുചിയെന്നിൽ, സ്മൃതിയിൽ, ഹൃത്തിൽ. ദിവാകരൻ വിഷ്ണുമംഗലത്തിൻ്റെ ഒരു ബാല്യകാല സ്മരണയാണ് ഈ കവിത. അദ്ദേഹം ഒരു ചെമ്മിനിക്കൂട് പോലെയുള്ളൊരു വീട്ടിൽ, ഒരു മലഞ്ചെരുവിൽ ചെറിയൊരു വീട്ടിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അവിടുന്ന് അകലെ നിന്ന് കാണുന്ന വെളിച്ചം ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടമായിട്ടാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. അവിടെ നിന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്കൊരു മധുര സ്മരണ വരികയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കുഞ്ഞായിരുന്ന കാലത്ത് ആ ചരൽക്കുന്ന് കയറി ഒരു രൂപം അങ്ങകലേ നിന്ന് നടന്നു വരുന്നുണ്ടോ, ആ രൂപത്തെ കാത്ത് ഒരു കൂട്ടം കുട്ടികൾ കാത്തങ്ങനെ ഇരിക്കുകയാണ്. അത് അവരുടെ വല്യമ്മയാണ് അല്ലേ. അവർ മടിക്കുത്തിൽ കൊതി കൂറുന്ന കൊഴക്കട്ട എന്ന് പറയുന്ന ഒരു പലഹാരം മടിക്കുത്തിൽ ഭദ്രമായി പൊതിഞ്ഞു കെട്ടി മഴയത്ത് നനഞ്ഞൊട്ടി വരുന്ന ഒരു രൂപം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. വയൽ വരമ്പിലൂടെ അവരങ്ങനെ നടന്നു വരുമ്പോൾ കുട്ടികളിങ്ങനെ കൊതിയോടെ അവരുടെ വരവിന് അവർ വരുന്നുണ്ടോ എന്ന് കാത്തിരിക്കുന്നു. അങ്ങനെ ഒടുവിൽ വലിയമ്മ വരുന്നു. വന്നപാടെ അവർ പണിയിടങ്ങളിൽ നിന്ന് കരുതിയ ആ ഒരു പലഹാരപ്പൊതി തുറക്കാൻ അവരുടെ ചെറുമക്കൾ ഇഴിനട്ടിരിക്കുകയാണ്. അങ്ങനെ ആ ചെറുമക്കൾക്ക് മുന്നിൽ അവർ ആ പൊതിയഴിച്ച് സ്നേഹത്തോടെ അവർക്ക് സമ്മാനിക്കുന്നു. അപ്പം
അതിൽ ജന്മാന്തരങ്ങളുടെ വാത്സല്യമുണ്ട്, അതുപോലെ തന്നെ സുഹൃതമുണ്ട്, പിന്നെ മണ്ണിനാഴം തൊടും താളം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് അതിൻ്റെ ആ ഒരു സ്വാദ് മാത്രമല്ല, അത് അവരുടെ ആ വല്യമ്മയ്ക്ക് ആ കുട്ടികളോടുള്ളൊരു വാത്സല്യത്തിൻ്റെ പ്രതീകം കൂടിയായിട്ടാണ് ആ കൊഴക്കട്ടയെ കാണുന്നത്. അദ്ദേഹം വളർന്ന് വലുതായതിന് ശേഷം അദ്ദേഹം ഒരുപാട് പലഹാരങ്ങൾ ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും അന്ന് കഴിച്ച ആ കൊഴക്കട്ടയുടെ മധുരം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും, ആ മധുര സ്മരണകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും മായുന്നില്ല. വല്യമ്മ മരിച്ച് കുറേ കാലം കഴിഞ്ഞെങ്കിലും ആ രുചിയും ആ സ്മരണയുമെല്ലാം അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും മനസ്സിൽ നിന്നും ഇന്നലെയെന്നോണം തെളിഞ്ഞു നിൽക്കുകയാണെന്ന് ഈ കവിതയിൽ പറയുന്നു. അപ്പോൾ നമ്മുടെ ബാല്യകാലത്ത് ഇത്തരം വൈവിധ്യമാർന്ന ചില അനുഭവങ്ങൾ നമ്മുടെ മനസ്സിൽ എല്ലാ കാലത്തും തങ്ങി നിൽക്കും.